അപ്പം എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് കിച്ചു അങ്ങനെ ഒടുവിൽ പോകാൻ തീരുമാനിച്ചു. വിഷമുള്ള ആളുകൾ വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാൻ കാര്യം ചൂട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഇവിടെ കമന്റ് വഴിയിൽ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിൽ ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ള പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയിലെങ്കിലും എടുത്ത് നോക്കിയൊരു അമ്മയെന്നത് അമ്മേൻ്റെ വില എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു അത് ഇന്ന് കുറേ ചീത്ത പറഞ്ഞിട്ട് വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടോട്ട് കുറേ ആൾക്കാരുണ്ടോ, കുറേ ആൾ പറയാൻ ഇട്ടോടുത്തുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പോൾ അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്ക് അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്ക് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല. ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് കിച്ചു ഇതുവരെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടതിന് ശേഷം കിച്ചു പോകുന്നതൊന്നും കണ്ടില്ല. അതിനുശേഷം ഇപ്പോൾ കിച്ചു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കിച്ചു പോയി ഋതപ്പനെ കണ്ടു. പക്ഷേ അമ്മയെ കാണാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ പോയാലും കാണാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊരു വീഡിയോ കണ്ടു. അതുപോലെ തന്നെ കിച്ചു എന്തുകൊണ്ടാണ് അമ്മയിൽ നിന്നും അകന്ന് നിൽക്കുന്നത് എന്നുള്ള കാരണം കിച്ചു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ശരിയാണ്, ഒരു മക്കൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് പോട്ടെ, സബ്സ്ക്രിപ്ഷനിൽ കാണിച്ചു കൂട്ടിയത് അമ്മാതിരി തോന്നിവാസങ്ങൾ തന്നെയാണ്. ക്യാൻസർ രോഗിയാണെങ്കിലും ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കടന്ന കൈയായി പോയി. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കിച്ചുവിനെ വിമർശിച്ചിരുന്നു, ഒന്ന് പോയി കണ്ടൂടെ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഈ ഒരു അവസരത്തിൽ നമ്മൾ ആ ഒരു ദേഷ്യം വെച്ച് പുലർത്തരുതല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഇപ്പം എന്താണ്, നമുക്ക് ആർക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ കിച്ചുവിൻ്റെ ഭാഗത്തും ന്യായമുണ്ട്. കിച്ചുവിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ രേണു സുധിയുടെ വീഡിയോ ചെയ്ത സമയത്തും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, കിച്ചുവിനെ കുറ്റം പറയാൻ പറ്റില്ല. കിച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും അത് ശരിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ചെറിയ കുട്ടികൾ വരെ നോക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ആ മക്കളുടെ ആ ഒരു ഇത് അവൻ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് എക്സ്പ്ലനേഷനായിട്ട് രേണു വന്നിട്ടുണ്ട്. രേണു ഭയങ്കര ദേഷ്യത്തോടു കൂടിയുള്ള ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് കിച്ചു അമ്മയുടെ സ്നേഹത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ളതിലോട്ട് വരാം. അതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. അമ്മയുടെ സ്നേഹം അവനക്ക് കിട്ടിയിട്ടില്ല. കുഞ്ഞുനാളെ മുതൽ അവനെ ഇട്ടിട്ട് പോയതാണ്. സ്വന്തം അമ്മ അവനെ ഉപേക്ഷിച്ച് പോയതാണ്. അമ്മയുടെ സ്നേഹം അവന് കിട്ടിയിട്ടില്ല. അപ്പം രേണുവോട് നോക്കിയതൊന്നും അതൊന്നും അവൻ നോക്കിയില്ല എന്നോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവൻ അഭിനയിച്ച ആ ഒരു ഇത് ഏത് മക്കൾക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരിതാണല്ലേ. നമ്മുടെ മക്കൾ വളർന്നു കഴിഞ്ഞാൽ ആ മക്കൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ആ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ ഒരു വീഡിയോക്കെല്ലാം എക്സ്പ്ലനേഷനായിട്ട് രേണു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രേണു വന്നിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രേണുവിടെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയും,
ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന് എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാൻ കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയാം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സാർ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോ കിച്ചു ആഹാ, അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർക്കണം, എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞു, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുവായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞത്, അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു. മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാന്നേ അമ്മേ അത് വേണ്ട കേട്ടോ. അപ്പോൾ രേണു പറയുന്നത് അന്ന് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ കിച്ചുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചു എന്താണ് ഗുഡൊക്കെ ഒന്ന് പറഞ്ഞു എന്നൊക്കെ പറയണം. അപ്പോൾ രേണു ഞാനൊന്ന് പറയട്ടെ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്നാണ് നീ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷനിൽ എങ്ങനെയൊക്കെയാണ് അഭിനയിക്കുന്നത് അതൊന്നും ആ കുഞ്ഞ് കണ്ടിട്ടില്ല. സബ്സ്ക്രിപ്ഷൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആ സബ്സ്ക്രിപ്ഷനിൽ നല്ല കാര്യങ്ങളും കാണിക്കാമല്ലോ. സബ്സ്ക്രിപ്ഷനിൽ തുണി ഉരിയുന്ന കാര്യങ്ങളല്ല ആ മോൻ ഉദ്ദേശിച്ചത്. നല്ല രീതിക്കുള്ള വീഡിയോസുകളും കാര്യങ്ങളും അമ്മ ഇടും, അതിലൂടെ പൈസ കിട്ടും, അതിന് നല്ലൊരു വരുമാനം കിട്ടും എന്നായിരിക്കും കിച്ചുവും ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ഈ ഒരു കാര്യത്തിൽ നമുക്ക് കിച്ചുവിന് കുറ്റം പറയാൻ പറ്റില്ല. എന്താ ചോദിച്ചാൽ രേണു എന്ന് പറയുന്ന വ്യക്തി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് തന്നെ വേറെ ഭയങ്കര വൾഗറായിട്ടുള്ള ഇത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു മക്കൾക്കും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ്. എന്താ പറയുക, ഇവിടെയെല്ലാം കാണിച്ച് അതുപോലെ ചുണ്ടൊക്കെ കളിച്ച് ആ ഒരു രീതിക്കാണ് ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ യൂട്യൂബിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും യൂട്യൂബ് കാണുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അത് കാണാൻ പറ്റും. എൻ്റെ മക്കൾ വരെ തന്നെ ആ ഒരു ഇത് കണ്ടിട്ട് ഇത് എന്താ രേണുസുതി ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്, ഇവർക്ക് നാണമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ കൊച്ചു കുട്ടികൾ വരെ യൂട്യൂബും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അവരോട് നമ്മൾ മറുപടി പറയണ്ടേ ഇതിന്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഒരിക്കലും കിച്ചു കുറ്റം പറഞ്ഞിട്ടില്ല. രേണു അത് മനസ്സിലാക്കണം. സബ്സ്ക്രിപ്ഷനല്ല തുടങ്ങുന്നതിനല്ല അവൻ കുറ്റം പറഞ്ഞത്, സബ്സ്ക്രിപ്ഷനിൽ ഇങ്ങനെയൊക്കെ അഭിനയിച്ച കാര്യങ്ങളാണ് കിച്ചു പറഞ്ഞത് എന്ന് രേണു മനസ്സിലാക്കണം. രേണു കിച്ചു എന്തൊക്കെയോ പറയുമ്പോഴേക്കും വേറെന്തെല്ലാം രീതിയിലാണ് രേണു അത് മനസ്സിലാക്കിയെടുക്കുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന് എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എൻ്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സാർ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അപ്പോൾ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോൾ കിച്ചു ആഹാ, അപ്പോൾ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർക്കണം, എൻ്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പോൾ കിച്ചു പറയാട്ടാ 150. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ, നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സാൻ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എൻ്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു മോനെ കിച്ചു നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. ഇത്രയും വികാരഭരിതയാകാൻ മാത്രം ആ മോൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ രേണു പറയുന്നുണ്ട് കിച്ചു ഇപ്പം ഇവിടെയാണല്ലോ നിൽക്കുന്നത്, കൊല്ലത്താണല്ലോ നിൽക്കുന്നത്, ആ ഒരു ടൈമിലൊന്നും ആരും നോക്കിയിട്ടില്ല. ആ ഒരു ടൈമിൽ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അപ്പോൾ ആ ബന്ധുക്കാർ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അച്ഛൻ നോക്കി, ഇപ്പോൾ അച്ഛൻ മരിച്ച ശേഷം രേണു ഇങ്ങനെയൊക്കെ ആയപ്പോൾ അവർ ഏറ്റെടുത്തു. പിന്നെ ഒരു കാര്യമുണ്ട്, അതിന് രേണുവിന് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ചെറുപ്പത്തിലൊന്നും മക്കളെ വേണ്ട, കുറച്ച് ഏജ്ഡ് ആയിക്കഴിഞ്ഞ മക്കളെ സ്വീകരിക്കുന്ന ബന്ധുക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ വരുമാനം കിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ റീച്ചായി നിൽക്കുന്നുണ്ട് കിച്ചു. അപ്പോൾ അതിലും നമ്മൾ കൂടുതൽ ഇത് പറയാനും പറ്റില്ല, കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ മക്കളെ നോക്കാൻ റിസ്ക് ആണല്ലോ. ആ സമയത്തൊന്നും ബന്ധുക്കാർ സ്വീകരിക്കില്ല. അവരുടേതായിട്ടുള്ള സമ്പാദിക്കാനും അതുപോലെ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റേണിൽ നിൽക്കാൻ തുടങ്ങുന്ന സമയത്ത് 100 ബന്ധുക്കാരുണ്ടാവും സ്വീകരിക്കുന്നത്. അത് കിച്ചു പറഞ്ഞത് രേണു പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ കിച്ചുവിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴും അവൻ്റെ പ്രായം അങ്ങനത്തെയാണ്. അപ്പോൾ അത് മാനിക്കണം. അപ്പോൾ ആ ഒരു പ്രായം വെച്ചിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ രേണുവിന്
കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? ഒന്നില്ലെങ്കിൽ 34 വയസ്സായെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സെൻസിൽ പുള്ളിക്കാരി മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ കിച്ചു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിനൊന്നും കുറ്റം പറഞ്ഞു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അമ്മ അഭിനയിച്ച കാര്യങ്ങളാണ് ആ മോൻ പറഞ്ഞത്. അപ്പോൾ അതുമല്ല, ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി എന്താണ് കുറച്ച് കാലമായിട്ട് പുള്ളിക്കാരി ഒന്നും പറയാറോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിക്കാരി തന്നെയാണ് ഒരു വീഡിയോയിൽ വന്നിട്ട് കിച്ചു വരാറില്ലെന്ന് ഒരുപാട് പേര് ചോദിച്ചു. കിച്ചു വന്ന് എന്നെ കണ്ടിട്ടില്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചു എന്താണ് എനിക്ക് കിച്ചുവിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ, അത് അതോടുകൂടി തീർന്നല്ലോ. അപ്പോൾ കിച്ചു വെറുതെ പോകുമ്പോഴും പുള്ളിക്കാരി പിന്തുടർന്ന് കിച്ചുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഇത് കേൾക്കേണ്ടി വന്നത്. അതുമല്ല, ഇപ്പോൾ രേണുവിന് ഈ ഒരു അസുഖം വന്നിട്ട് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ഈ ഒരു കാരണം വെച്ചിട്ട് കിച്ചുവിന് ശത്രുതയിൽ നിർത്തിയിട്ട് ഈ ഒരു കാരണം വെച്ച് രേണു ആ ഒരു ശത്രുത വാങ്ങിക്കൂട്ടരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ. മോൻ ഫുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് ലൈവ് വീഡിയോ വന്നപ്പോൾ കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2 ലക്ഷം രൂപ കിട്ടുന്നുണ്ടോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരെ ദേവിയത്, മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിടും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നൂടെ നിനക്ക് ഇനിയെങ്കിലും? ഞാൻ ക്യാൻസർ വന്നിട്ട് ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന്റെ ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ ഉണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെട്ടെന്നാണ് നിന്നെ ഇട്ടിട്ട് പോയത്. 1.5 വയസ്സിലൊക്കെ ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്ന കഴിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞങ്ങൾക്ക് ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടും കിച്ചു. കിച്ചു എന്നെ വെറുതെ വിടും. പിന്നെ നമുക്ക് രണ്ടുപേർക്ക് അറിയുന്ന പല കാര്യങ്ങളും അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങുന്നു നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ കിച്ചു. നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാഗത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോട് ഞാൻ പറയാം. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ, കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽ ദാസിനെ പറ്റി തിരക്കി നോക്കും. അപ്പൊ എനിക്കതും പറയാമല്ലോ രാഹുൽ കിച്ചു. ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ചോദിക്കാൻ വരുന്നില്ല. എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റാണ്. ഞാൻ നിങ്ങളുടെ നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാം. നെഞ്ചത്ത് അടിക്കാൻ പറ്റുന്നില്ല. കിറ്റ്ലൈൻ കിടക്കുമ്പോൾ ഞാൻ അടിച്ചാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക. എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കുക. എനിക്ക് വയ്യ. ഇനി എന്റെ പേര് എടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലെങ്കിലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ. എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊഴിൽ സ്നേഹം ഉണ്ടായിരുന്നു. നീ ഇത്രയും വരുമാനം കിട്ടുന്നുണ്ടല്ലോ. നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവനെ മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ? എനിക്കൊന്നും വേണ്ട നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഒരു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങളൊക്കെ. ഇപ്പം മോൻ സ്നേഹം കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോശം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. പല ആളുകൾ മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ചേട്ടാ അളിയന്റെ ഫോണിൽ ഇപ്പോഴും കിടക്കും. പഴയ റെക്കോർഡ് അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്ത് വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്ത് വിട്ടില്ല. ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ പറ്റില്ല. ഞാൻ ക്യാൻസർ പേഷ്യന്റ് അല്ലേ. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ്റില്ല. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഹേപ്പിച്ചപ്പോൾ ആരും ഇല്ലായിരുന്നു. മോനെ പ്രാവശ്യം അച്ഛനോട് വർക്ക് പിടിച്ച് കൊല്ലത്ത് കോട്ടയം പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തോ പറഞ്ഞ മോനെ ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോനെ അതൊന്നും ഓർമ്മ കാണത്തില്ല. അപ്പോൾ ഘട്ടങ്ങളിൽ ഇപ്പോൾ ഞാനും ഇല്ലായിരുന്നു. ഈ അമ്മയെ നിന്റെ ഈ കുറ്റം പറഞ്ഞ എന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരും ഇപ്പൊ നിന്നെ ഈ കൊണ്ട് നടക്കുന്നത് ആരും ഇല്ലാത്തല്ലോ. ഇനി എന്നെ കൊണ്ട് പഠിപ്പിക്കരുത്. ഇനി ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി, കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതിന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കരുത് കിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം. ഡോക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. നിങ്ങളൊക്കെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ച് എടുക്കാനുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അറിയാനാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയുന്നില്ല. ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. ഇത്രയും ഞാൻ പറയുന്നില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൂടെ കിച്ചു എന്നെ കൂടി പറയില്ല. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. എന്നെ നീ എനിക്ക് ഒരു സേവ എനിക്ക് പറയണ്ട. എന്നെ അത് കാണണ്ട. ആരുടെ വിഷമത്തിൽ എന്നെ കാണാം. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചില്ല, വേണ്ടിയില്ല. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ ഈ ഉള്ളവരെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ടെന്നെ ഇതുപോലും ആരും സമർപ്പിക്കേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടി തന്നെ വെറുതെ.
ഇത്രയ്ക്ക് മാത്രം ദേഷ്യം വരാനോ ഇത്രയ്ക്ക് മാത്രം ഇതാവാനോ ഒന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല. കിച്ചു എന്ന് പറഞ്ഞ ആ മോൻ പറഞ്ഞിട്ടില്ല. ഞാൻ മരിച്ചാൽ എൻ്റെ ശവം കാണാൻ പോലും വരരുത്, ആ രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. അത്രമാത്രം ഇതാകുന്നൊന്നും കിച്ചു. പിന്നെ ഒരു കാര്യം, രേണു ഒരു കാര്യം പറഞ്ഞത് തെറ്റാണ്. എന്താ വെച്ചാൽ കിച്ചു ഋതപ്പന് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ ആ വീഡിയോസിലൊക്കെ കണ്ടതാണ്. ഋതപ്പന് കൂട്ടിക്കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുത്തു, പിന്നെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചേട്ടൻ അനിയനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയരുത്. ചെയ്ത കാര്യങ്ങൾ കിച്ചു ഇപ്പോൾ ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. രേണു ഇതിൻ്റെ അമ്മയെ ഞാൻ സ്നേഹിക്കാത്തതിൻ്റെ കാരണം, പോയി കാണാത്തതിൻ്റെ കാരണം ഈയൊരു ഇത് കൊണ്ടാണ്, ഇത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, നീ ഇപ്പോൾ പറഞ്ഞല്ലോ രാഹുൽ ദാസിനെ പോയി അന്വേഷിക്കണമെന്ന്. അവൻ ആ ട്രോമയിലിരുന്ന സമയത്ത് കഞ്ചാവിനും MDMAക്കൊക്കെ അടിമയായിരുന്നു എന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ട്, വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവൻ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ആ ഒരു ട്രോമ കാലഘട്ടത്തിൽ ആരും കൂടെ ഇല്ലാത്ത സമയത്ത് ആരാണെങ്കിലും ആ ഒരു തെറ്റ് ചെയ്തു പോകും. അവനക്ക് ആരും കൈത്താങ്ങായിട്ടില്ല, അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കാരില്ല. അപ്പോൾ അവൻ ആ ഒരു തെറ്റിലേക്ക് പോയി. അതിൽ കുറ്റം പറയാനൊക്കത്തില്ല. ഇപ്പം നിയമപരമായിട്ടാണ് ഈ തെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നിയമപരമായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും ഈ കുട്ടികളൊക്കെ ഈ കാണുന്ന രീതിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ എന്ന് നിൻ്റെ മനസ്സ്, ആ മനസ്സുകൊണ്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. എന്നിട്ട് വിമർശിക്കുക. അല്ലാതെ ആ മോനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. എന്തായാലും ഇതൊക്കെ കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇതിനൊന്നും ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അവൻ വേറെ ഒന്നും ആ ഒരു ഇതിൽ കമൻറ്റിൽ കാണിച്ചിട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞു, ഇതൊന്നും ശരിയല്ല, ഋതപ്പൻ വളർന്നു വരുമല്ലോ, ഇതൊക്കെ ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ രീതിക്കുള്ള സംസാരമാണ് ആ ചാറ്റിലുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു തെറ്റായിട്ടുള്ളതും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഒരു കിച്ചുവിൻ്റെ എല്ലാ ചാറ്റുകളും പുറത്ത് വിടുന്നൊക്കെ പറയുന്നത് ശരിയാണോ? നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇന്നലെ വരെ പുള്ളിക്കാരി എന്താ പറയുക, അവിടെ കിടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ, സംസാരിക്കാൻ പോലും വയ്യാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ഇപ്പോൾ ഇതാണ്ട് ചാടി എണീച്ചിരുന്നിട്ട് ഭയങ്കര എന്തോ ഒരു സൗണ്ടിൽ, ഇത്രയും സൗണ്ടിലൊക്കെ സംസാരിക്കാൻ പറ്റും ഒരു ക്യാൻസർ പേഷ്യൻറ്റിന്. ഇത്രയും പുള്ളിക്കാരി തന്നെ പറഞ്ഞു, എനിക്ക് സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത്. അപ്പോൾ ഇതിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ, നീ നിൻ്റെ വില സ്വയമായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഇതിൽ വേറെ ഒരു ഇതുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൽ ഞാൻ ആരെയും പരിഹസിക്കാനോ ആരെങ്കിലും ഇതാക്കാനോ ഒന്നും വേണ്ടി പറഞ്ഞതല്ല. എന്താ വെച്ചാൽ രേണു പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എന്ത് തന്നെയാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.